ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിഷ ജേക്കബ് ആണ്. ഷീ ഇസ് എ GNM nurse who has cleared her NCLEX RN exam. ഹായ് നിഷ. ഹായ് മാം. സോ പൊതുവേ ഒരു ധാരണയുണ്ട് GNM കഴിഞ്ഞവർക്ക് ഇത് എഴുതിയെടുക്കാൻ ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ BSc നഴ്സുമാർക്ക് മാത്രമാണ് ഈ NCLEX എഴുതി രജിസ്റ്റേർഡ് നഴ്സ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എക്സാം എഴുതുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും എക്സാം എഴുതുന്നതിന് മുൻപ് ഇങ്ങനൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ ഇതുപോലെ Edwin4U പോലെയുള്ള ഒരു ഫേമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആ രീതിയിൽ നമ്മൾ പഠിച്ചു വന്നാൽ GNM-കാർക്കും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി NCLEX RN എക്സാം എഴുതുന്നവരോട് എന്താണ് നിഷയ്ക്ക് പറയാനുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയാനുള്ളത്? എനിക്ക് തീർച്ചയായിട്ടും അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഒരിക്കലും ഒരു പേടിക്കേണ്ട ഒരു എക്സാമേ അല്ല. നമുക്കൊരു മോട്ടിവേഷനുണ്ട്, നമുക്കിത് പാസ്സാകണം എന്നുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആർക്കും പാസ്സാകാൻ പറ്റും, ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. ഓക്കെ, ഇനി അപ്പം നിഷ നമ്മളെ റെഫർ ചെയ്യോ ഫ്യൂച്ചറിൽ ഫ്രണ്ട്സിനോ കൊലീഗ്സിനോ ആർക്കെങ്കിലും? തീർച്ചയായിട്ടും ഞാൻ Edwin4U റെക്കമെൻഡ് ചെയ്യും. കാരണം തുടക്കം മുതലേ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ തുടക്കം മുതലേ ആ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ നമുക്ക് എന്താ പറയുന്നത്, ലൈവ് ക്ലാസ് ആണെങ്കിലും റെക്കോർഡഡ് ക്ലാസ്സസ് ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും പിന്നെ Edwin ടീമിൻ്റെ ഫുൾ സപ്പോർട്ട് ആ റിസൾട്ട് അറിയുന്ന സമയം വരെയും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നിഷ ഇനി ഇങ്ങനെ പേടിച്ചിരിക്കുന്നവരോട് അവരെ നമ്മളിനി റെഫർ ചെയ്യും നിഷയുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൊലീഗ്സിനെ ഇവിടെ പഠിക്കാൻ? തീർച്ചയായിട്ടും ഞാൻ പ്രിഫർ ചെയ്യും. കാര്യം ഞാൻ തുടക്കം മുതലേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് NCLEX RN നമുക്ക് ക്രാക്ക് ചെയ്യണം എന്ന് നമുക്ക് അതിന് വേണ്ടി ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും Edwin4U പോലെയുള്ള കൺസൾട്ടൻസിയിൽ കോൺടാക്ട് ചെയ്യുകയും ഒരു അപ്കമിങ് കാൻഡിഡേറ്റ്സിനോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും സ്ട്രക്ചേർഡായിട്ട് തുടക്കം മുതലേ നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് നന്നായി പ്രാക്ടീസ് ചെയ്ത് നന്നായി ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ആർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞങ്ങളും ഹാപ്പിയാണ് നിഷയുടെ റിസൾട്ട് കണ്ടതിലും നിഷ ഇത്ര ഹാപ്പി ആയിരിക്കുന്നതിലും ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഇനി എങ്ങനെയാണ് നിഷയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? കറൻ്റ്ലി ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഡ്രീമാണ് കാനഡയിൽ വർക്ക് ചെയ്യാനുള്ളത്. അതിന് ഒരു ജോബ് ഓഫർ എനിക്ക് ഓൾറെഡി ഇപ്പോൾ ഉണ്ട്. തീർച്ചയായിട്ടും അതിനുവേണ്ടി നിഷയുടെ മകനും അവിടെയാണ് കേട്ടു. അപ്പൊ മൊത്തത്തിൽ ഫാമിലി ആയിട്ട് അങ്ങ് കൂടാൻ പോവാണ് അങ്ങ് കാനഡയിൽ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നിഷ, anyway we are so happy and all the best for your future and we have something for you. So let me invite Stephanie, our senior manager, to the award.